മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബ്രദർ ജോസഫ് പോതക്കുഴിയിൽ. ആദ്യമേ തന്നെ എല്ലാവർക്കും സമർപ്പിത ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഇന്ന് നാം സമർപ്പിത ദിനം ആഘോഷിക്കുമ്പോൾ ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു ദൈവവിളി അനുഭവത്തെക്കുറിച്ചാണ്. ഞാൻ 27ാമത്തെ വയസ്സിലാണ് എൻ്റെ ദൈവവിളി തിരിച്ചറിയുന്നത്. ഞാൻ ഒരു ജിമ്മിൽ പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായിട്ട് ഒരു വൈദികൻ്റെ ടോക്ക് കേൾക്കാനിടയായി. ആ ടോക്കിൽ അച്ഛൻ ദൈവകരുണയെക്കുറിച്ചും വിശുദ്ധ ഫൗസ്റ്റീനയെക്കുറിച്ചും പറഞ്ഞത് എന്നെ വളരെ ആകർഷിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി, ഈ വിശുദ്ധയെക്കുറിച്ചൊന്ന് അറിയണം. അപ്പോൾ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. ഫൗസ്റ്റീന ദൈവകരുണയുടെ അപ്പസ്തോലയാണ്. ഈ വിശുദ്ധയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വന്നപ്പോൾ ഈ വിശുദ്ധയുടെ ഒരു ഡയറി നെറ്റിൽ അവൈലബിൾ ആയിട്ട് അറിഞ്ഞു. അങ്ങനെ ആ യൂട്യൂബിൽ ആ ഡയറിയെക്കുറിച്ച് സെർച്ച് ചെയ്തു. ദൈവകരുണയുടെ എൻ്റെ ആത്മാവിലോട്ട് ഒഴുകിയിറങ്ങിയ ദൈവത്തിൻ്റെ കരുണ എന്നൊരു പുസ്തകത്തിൻ്റെ ടോക്ക് ഫുൾ വീഡിയോ നെറ്റിൽ അവൈലബിൾ ആണ്. ഞാനത് ഒരു 3 മാസം കൊണ്ട് അത് മുഴുവനും കേട്ട് കഴിഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അറിഞ്ഞു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിഞ്ഞു, ദൈവകരുണയെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈശോ വളരെയധികം പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉടനെ തന്നെ എനിക്കൊരു നല്ലൊരു ധ്യാനം കൂടുവാനും ആ ധ്യാനത്തിലുള്ള വലിയൊരു ദൈവാനുഭവം സ്വന്തമാക്കാനും കഴിഞ്ഞു. തുടർന്ന് ആ കൊറോണയുടെ കാലഘട്ടത്തിലൊക്കെ ജോലി രാജിവെച്ച് വീട്ടിലായിരിക്കുമ്പോഴും വളരെയധികം ദൈവാനുഭവങ്ങളോടെ ജീവിതം കടന്നുപോയി. 1.5 വർഷക്കാലത്തോളം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പരിപാലനം മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കൂട്ടുകാരനിലൂടെ ഞങ്ങളുടെ MST സന്യാസ സമൂഹത്തെക്കുറിച്ച് അറിയുവാനും ആ സന്യാസ സമൂഹത്തിലോട്ടാണ് എൻ്റെ ദൈവവിളി എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. ഈ സമർപ്പിത ദിനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയാനും നാം ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല. നമുക്ക് ദൈവം ദാനമായി നൽകുന്ന ഈ വിളിയുടെ അർത്ഥവും മൂല്യവും നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കണം.